കുട്ടീൻ്റെ കരച്ചിലൊന്നും എന്നെക്കൊണ്ട് മാറ്റാൻ കഴിയില്ല. അത് ദേഷ്യത്തിലാണ് ഡോക്ടർ പറഞ്ഞത്. കരച്ചിൽ മാറ്റാൻ കഴിയില്ല, തുന്നണമെങ്കിൽ മയക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. ഒരു പിടിച്ചെന്നാൽ ആ ധൈര്യം ഒൽക്കുണ്ടെങ്കിൽ ഞാൻ തുന്നി കൊടുക്കാമെന്നാണ്. 20 മിനിറ്റൊക്കെ ഇരുന്നുണ്ടാവും. ഡോക്ടറെ കാണാഞ്ഞിട്ട് ഈ കുട്ടീൻ്റെ കരച്ചിലും കൈമിന്ന് ഇങ്ങനെ ബ്ലഡ് പോവാണ്. പിന്നെ ഇരിക്കാൻ പറഞ്ഞു, പിന്നെ ഒന്നുമില്ല, വേറെ ആളെ നോക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആ ചങ്ങായിക്ക് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് പോയി പറഞ്ഞത്. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടും ഡോക്ടർ വരാഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് ചോദിച്ചു, ഡോക്ടറോട് പോയി പറഞ്ഞ് എൻ്റെ കയ്യിൽ നല്ല ബ്ലീഡിങ് ഉണ്ട്, എൻ്റെ മോൻ്റെ ഇത് പ്രശ്നമില്ല, കുറവുണ്ട്, ഡോക്ടർ ആ കുട്ടീനെ വന്നിട്ടൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഡോക്ടർ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഡോക്ടർ ദേഷ്യത്തിൽ വന്നിട്ട് ആ കുട്ടി കരയുന്ന പോലെ ഞാൻ കരയണോ, പച്ചക്ക് തുന്നും, അങ്ങനെയൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് 2 കൈയുള്ളൂ, അങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. കയ്യേറ്റം ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ FIR-ലുള്ളതെന്നാണ് പറയുന്നത്. കാര്യമായിട്ട് ഈ ഒരു കുട്ടീനെ ചികിത്സിക്കണം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അവർ ഈ കംപ്ലൈൻറ്റ് ചെയ്തതിൽ അതിനുള്ളതാണോ എന്താ നമുക്കറിയില്ല. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ ഉയർന്ന വിവാദങ്ങളിൽ ഇരകളുടെ മൊഴിയെടുത്ത് DMO ഡോക്ടർ R. രേണുകയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. ഡോക്ടർ എത്താൻ വൈകിയതിനെ തുടർന്ന് ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട മൂന്നിയൂർ സ്വദേശി അബൂബക്കർ മുസ്ലിയാരുടെ മകനും കുടുംബവും, ചികിത്സ നിഷേധിക്കപ്പെട്ട മൂന്നിയൂർ വെളിമുക്ക് ആലുങ്ങൽ സ്വദേശിയായ 1 വയസ്സായ കുഞ്ഞിന്റെ രക്ഷിതാക്കളും ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തതിന് കേസിൽ പ്രതിയാക്കപ്പെട്ട വേങ്ങര സ്വദേശിയുടെ ഭാര്യയും കുട്ടിയും എന്നിവരാണ് മൊഴി നൽകാൻ എത്തിയത്. ഇവരുടെ ഭാഗത്തു നിന്നും വിശദമായി കാര്യങ്ങൾ DMO ചോദിച്ചറിഞ്ഞു. ഇവരുടെ മൊഴി എഴുതി വാങ്ങുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളായി ആശുപത്രിയിലെ ചില ഡോക്ടർമാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലാണ് DMO നേരിട്ടെത്തി മൊഴിയെടുത്തത്. വാതിലിനിടയിൽ വിരൽ കുടുങ്ങി രക്തം വാർന്നെത്തിയിട്ടും ചികിത്സ നിഷേധിക്കപ്പെട്ട 1 വയസ്സുകാരൻ മുഹമ്മദ് ഷെഫിന്റെ പിതാവ് വെളിമുക്ക് ആലുങ്ങൽ സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ മണക്കടൻ ഷാഹുൽ ഹമീദ, ഭാര്യ ഷക്കീല ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തതിന് കേസിൽ പ്രതിയാക്കപ്പെട്ട വേങ്ങര സ്വദേശിയുടെ ഭാര്യ ഉമ്മു ഉദൈഫ എന്നിവർ വിശദമായി DMOയോട് സംഭവങ്ങൾ വിവരിക്കുകയും മൊഴി രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തു. ഡോക്ടർ ധിക്കാരപരമായാണ് പെരുമാറിയതെന്നും 1 വയസ്സുകാരൻ്റെ മാതാവ് ഷക്കീല പറഞ്ഞു. 20 മിനിറ്റോളം ഡോക്ടറെയും കാത്തുനിന്നെന്നും എന്നാൽ ചികിത്സ നൽകിയില്ലെന്നും ദേഷ്യത്തോടെയാണ് ഡോക്ടർ പെരുമാറിയതെന്നും അവർ പറഞ്ഞു. കാണിച്ചു കൊടുത്തിട്ട് വന്നിട്ടില്ല ഡോക്ടറെ. അപ്പോഴാണ് ആ ചങ്ങായി വന്നുകാണ്ട് പറഞ്ഞത്. എന്താ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എന്താ പറഞ്ഞതെന്ന് നോക്കാറില്ല. ഇവിടെ വന്നാണ്ട് ആ കുട്ടീൻ്റെ ഒന്ന് കരച്ചിൽ മാറ്റി കൊടുത്തു, എൻ്റെ കുട്ടീൻ്റെ അവിടെ നിന്നോട്ടേന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടീൻ്റെ കരച്ചിലൊന്നും എന്നെക്കൊണ്ട് മാറ്റാൻ കഴിയില്ല. അത് ദേഷ്യത്തിലാണ് ഡോക്ടർ പറഞ്ഞത്. കരച്ചിൽ മാറ്റാൻ കഴിയില്ല, തുന്നണമെങ്കിൽ മയക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. ഒരു പിടിച്ചെന്നാൽ ആ ധൈര്യം ഒൽക്കുണ്ടെങ്കിൽ ഞാൻ തുന്നി കൊടുക്കാമെന്നാണ്. ഡോക്ടറെ പേരൊന്നും എനിക്കറിയാലോ. രാത്രി ഡ്യൂട്ടി പെണ്ണാണ്. എത്ര നേരം അവിടെ നിന്നുണ്ടാവും? 20 മിനിറ്റൊക്കെ ഇരുന്നുണ്ടാവും. ഡോക്ടറെ കാണാഞ്ഞിട്ട് ഈ കുട്ടീൻ്റെ കരച്ചിലും കൈമിന്ന് ഇങ്ങനെ ബ്ലഡ് പോവാണ്. എത്ര മണിക്ക് അവിടെ എത്തിയത് നിങ്ങൾ ഓർമ്മ ഉണ്ടോ? സമയം 9 ഉള്ളിലൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് 20 മിനിറ്റോളം അവിടെ. അപ്പോൾ ഈ ഡോക്ടർ അവിടെ ഇരിക്കാൻ പറഞ്ഞതാ? പിന്നെ അതിന് ശേഷം പിന്നോട് വന്നിട്ടില്ല? ഇരിക്കാൻ പറഞ്ഞു, പിന്നെ ഒന്നുമില്ല, വേറെ ആളെ നോക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആ ചങ്ങായിക്ക് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് പോയി പറഞ്ഞത്. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്ത്? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ MKG പോയി. MKG അപ്പം തന്നെ പോയി. ഡോക്ടർ ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത്, നിങ്ങൾ കുട്ടിക്ക് പിടിച്ചുതരാം, ഞങ്ങൾ പിടിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചത്. പച്ചക്ക് തുന്നുന്നത്? പച്ചക്ക് തുന്നണമെങ്കിൽ ഇവിടെ മയക്കാനും ആളില്ല, ഞങ്ങൾ പിടിച്ചെന്നുകാണെങ്കിൽ ഞങ്ങൾ തുന്നി തരാറ്. നല്ല മുറി ഉണ്ടായിരുന്നു. നല്ല ചോര ഒന്ന് നിൽക്കാനൊന്നും സ്റ്റിക്കർ ഒട്ടിച്ചു തരും, അതൊന്നും ഇല്ല. വനിതാ ഡോക്ടറോട് മാന്യമായാണ് തൻ്റെ ഭർത്താവ് സംസാരിച്ചതെന്നും 1 വയസ്സുകാരൻ കൈമുറിഞ്ഞു വന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനും ചികിത്സ നൽകുവാനുമാണ് പറഞ്ഞതെന്നും എന്നാൽ കയ്യേറ്റം ചെയ്തെന്നടക്കം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നതെന്ന് വേങ്ങര സ്വദേശിയുടെ ഭാര്യയായ ഉമ്മു ഉദൈഫ പറഞ്ഞു. ഷോപ്പിങ്ങിൻ്റെ ആവശ്യമായിട്ട് വന്നതായിരുന്നു. ആ സമയത്താണ് മകന് വീണിട്ട് അവൻ്റെ ചുണ്ടിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്നായിട്ട് പൊട്ടി. അങ്ങനെയാണ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടുത്തുണ്ടല്ലോ, ആ ഒരു നിലയിലാണ് നമ്മളിവിടെ കാണിക്കാൻ വന്നത്.
മോളും വണ്ടിയിലിരിക്കായിരുന്നു. ഹസ്ബൻഡും മകനും കൂടെ ആയിരുന്നു പോയത്. അവർ തിരിച്ചു വരുന്നത് ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ്. 3/4 മണിക്കൂറിന് ശേഷമാണ് അവർ തിരിച്ചു വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഡോക്ടർ നോക്കിയില്ല, കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്ത് ഇവരോട് ഡ്രസ്സിംഗ് റൂമിൽ എടുക്കാൻ പറഞ്ഞു ഹസ്ബൻഡ് ചെന്ന സമയത്ത്. അതുപോലെ തന്നെ അതിനുശേഷം വേറൊരു ഫാമിലി വന്ന് കുട്ടീൻ്റെ കൈ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് മുറിഞ്ഞിട്ട് അവർ വന്നത്. നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അവരോടും ഇതുപോലെ അവിടെ ഇരിക്കാൻ പറഞ്ഞ്. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടും ഡോക്ടർ വരാഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് ചോദിച്ചു, ഡോക്ടറോട് പോയി പറഞ്ഞ് എൻ്റെ കയ്യിൽ നല്ല ബ്ലീഡിങ് ഉണ്ട്, എൻ്റെ മോൻ്റെ ഇത് പ്രശ്നമില്ല, കുറവുണ്ട്, ഡോക്ടർ ആ കുട്ടീനെ വന്നിട്ടൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഡോക്ടർ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഡോക്ടർ ദേഷ്യത്തിൽ വന്നിട്ട് ആ കുട്ടി കരയുന്ന പോലെ ഞാൻ കരയണോ, പച്ചക്ക് തുന്നും, അങ്ങനെയൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് 2 കൈയുള്ളൂ, അങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ മോശം അഭിപ്രായം കേട്ടിട്ട് ആ ഫാമിലി ചികിത്സ കിട്ടാതെ പോവുകയും ചെയ്ത്. മോൻ്റെത് അവർ ചെയ്തെന്ന് മരുന്ന് തന്ന ഡോക്ടർ നമ്മളതിന് ശേഷമാണ് പോകുന്നത്. പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ വണ്ടിയിലെത്തിയ ഉടനെ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് രാവിലെ പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞിരുന്നു. വീട്ടിലൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കതിന് പറ്റിയിട്ടില്ല. പിന്നെയാണ് ഇപ്പോൾ ഓരോ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ചുമത്തിയിരുന്നു ഹസ്ബൻഡിൻ്റെ മേൽ. നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ട് തന്നെയാണ് ഡോക്ടറോട് സംസാരിച്ചിട്ടുള്ളത്. മാഡം എന്നൊക്കെ വിളിച്ചിട്ട് തന്നെ സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസ് വന്നിട്ടുള്ളത്. ഞാൻ വീട്ടിൽ വന്നിരുന്നത് അപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. ഹസ്ബൻഡ് പോയിട്ടുണ്ട്, ലീവ് 6 ദിവസത്തെ ലീവിന് വന്നായിരുന്നു. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞ് കയ്യേറ്റം ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ FIR-ലുള്ളതെന്നാണ് പറയുന്നത്. കാര്യമായിട്ട് ഈ ഒരു കുട്ടീനെ ചികിത്സിക്കണം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അവർ ഈ കംപ്ലൈൻറ്റ് ചെയ്തതിൽ അതിനുള്ളതാണോ എന്താ നമുക്കറിയില്ല. താലൂക്ക് ആശുപത്രിയിലെ ചില ഡോക്ടർമാരെ സംബന്ധിച്ച് അടുത്ത കാലത്തായി നിരവധി പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. മോശം പെരുമാറ്റവും രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്നതുമായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇത്തരം ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.